നമ്മുടെ എല്ലാവരുടെയും സഹനങ്ങളും വേദനകളും ദുഃഖ ദുരിതങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴിയായി ദൈവകാരുണ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും നിയോഗങ്ങൾ ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവകുമാരൻ്റെ സ്നേഹസമ്പന്നയായ പരിശുദ്ധ കന്യകാമറിയമേ, അമ്മേ മാതാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു. പരമകാരുണ്യവാനായ ദൈവമേ, അനന്ത നന്മേ, ഇന്ന് ലോകം മുഴുവനും ക്ലേശങ്ങളിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ കാരുണ്യത്തോടെ അങ്ങയുടെ ദയയോടെ വിളിച്ചപേക്ഷിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ഈ പ്രാർത്ഥനയിലൂടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും അനുഗ്രഹത്തിനായി ആവശ്യങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ആത്മീയ യാത്രയിൽ അമ്മയോട് ഞങ്ങൾ യാചിക്കുന്നു. വിശുദ്ധിയിൽ വളരുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തെ അറിയുവാനും ഞങ്ങളെ സഹായിക്കണമേ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനും ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ജീവനുള്ള മാതൃകയാകുവാനും അമ്മയുടെ പഠിപ്പിക്കലുകളോട് വിശ്വസ്തത പുലർത്തുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അമ്മയുടെ അനുഗ്രഹം ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കുകയും നെഗറ്റീവ് സ്വാധീനങ്ങൾ ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യണമേ. ഞങ്ങൾക്കാവശ്യമായ ആരോഗ്യവും ഐക്യവും സമാധാനവും നൽകണമേ. അതിലൂടെ സന്തോഷം കണ്ടെത്തുവാനുള്ള കൃപ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിലനിർത്തണമേ. പരിശുദ്ധ അമ്മേ, പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരായ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾക്ക് പിന്തുണയുടെയും സമൃദ്ധിയുടെയും മാർഗങ്ങൾ കണ്ടെത്തുവാനുള്ള വഴി തുറന്നു തരണമേ. ഞങ്ങളുടെ വിഭവങ്ങൾ വിവേകത്തോടെയും ഔദാര്യത്തോടെയും കൈകാര്യം ചെയ്യുവാനുള്ള വിവേകവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ. ഓ പ്രിയപ്പെട്ട അമ്മേ, ദൈവത്തോടുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും വിശ്വസിക്കുന്നു. അമ്മ അത്ഭുതങ്ങളുടെ മധ്യസ്ഥയും നിസ്സഹായരുടെ സന്തുഷ്ടയും ആണെന്ന് ഞങ്ങൾക്കറിയാം. എൻ്റെ യാചന കേൾക്കുകയും ദൈവഹിതം അനുസരിച്ച് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യണമേ. അസാധ്യ കാര്യങ്ങളുടെ മാതാവേ, എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യത്തിനും അമ്മ ഇതിനകം എനിക്കും എൻ്റെ ഭവനത്തിനും
എനിക്ക് വേണ്ടപ്പെട്ടവർക്കും നൽകിയ എണ്ണമറ്റ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ സംരക്ഷണത്തിൽ എനിക്ക് അഭയവും ആരോഗ്യവും ആശ്വാസവും സമൃദ്ധമായ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടും ഭക്തിയോടും സ്നേഹത്തോടും കൂടി ഞാൻ അമ്മയുടെ മാതൃപരിചരണത്തിൽ എന്നെയും എൻ്റെ ഭവനം മുഴുവനും എൻ്റെ ഭവനത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാതൃസംരക്ഷണത്തിനു കീഴിൽ നമ്മുടെ വ്യക്തിപരവും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ സംരക്ഷണത്തിൽ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാനുള്ള സമയമാണ്. പരിശുദ്ധ അമ്മേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൈകളിൽ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ മാധ്യസ്ഥവും കൃപയും അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹനിധിയായ അമ്മയോടുള്ള പ്രാർത്ഥന ഞാൻ തുടരുന്നു. എൻ്റെ പദ്ധതികൾക്കും സ്വപ്നങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ഞാൻ അമ്മയോട് യാചിക്കുന്നു. ഞങ്ങളുടെ അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, എൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അമ്മയുടെ സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൻ്റെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ മേലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും ആർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവർക്കെല്ലാവർക്കും ഈ നിമിഷം അമ്മയുടെ മാതൃസംരക്ഷണത്തിൽ അവരെ എല്ലാവരെയും ഞാൻ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ, അവരുടെ ജോലികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വിവേകവും ബുദ്ധിയും ബോധവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ദൈവഹിതത്തിന് അനുസൃതമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനും അത് എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലം കൊണ്ടുവരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, പ്രയാസങ്ങളുടെയും വെല്ലുവിളികളുടെയും സമയങ്ങളിൽ അമ്മയുടെ മധ്യസ്ഥത ഞാൻ യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് പ്രതികൂലമായി തോന്നുകയും മുന്നോട്ടുള്ള വഴികൾ അനിശ്ചിതത്വത്തിൽ ആവുകയും ചെയ്യുമ്പോൾ എൻ്റെ വിശ്വാസത്തെയും പ്രതീക്ഷയെയും ശക്തിപ്പെടുത്തണമേ. അമ്മയുടെ സാന്നിധ്യവും ദൈവിക സഹായവും കൊണ്ട് ഒന്നും അസാധ്യമല്ലെന്ന് ഓർമ്മിപ്പിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കണമേ.
ഓ കരുണയുള്ള പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാമ്പത്തിക അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ഈ നിമിഷം വളരെയേറെ ബുദ്ധിമുട്ടുന്ന, വേദനിക്കുന്ന, വിഷമിക്കുന്ന എല്ലാ മക്കളെയും എൻ്റെ ഈ പ്രാർത്ഥനയോടൊപ്പം അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. എൻ്റെ സാമ്പത്തിക സ്ഥിതിയും സംബന്ധിച്ച് ഞാൻ വഹിക്കുന്ന ആശങ്കകൾ അമ്മയ്ക്ക് അറിയാമല്ലോ. എൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ അവസരങ്ങളുടെയും സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും വാതിലുകൾ തുറക്കുന്ന ദൈവത്തോട് മാധ്യസ്ഥത വഹിക്കണമെന്ന് പരിശുദ്ധ അമ്മയോട് ഞാൻ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അസുഖമുള്ളവർക്ക് ആശ്വാസവും രോഗശാന്തി നൽകുന്നതിനായി അമ്മയുടെ മാധ്യസ്ഥം വഹിക്കണമേ. അവരുടെ രോഗങ്ങളുടെ വെല്ലുവിളികളെ നേരിടുവാനും അവരുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കുവാനും അവർക്ക് ശക്തി നൽകണമേ. അങ്ങനെ രോഗികളായവർ അവരുടെ ജീവിതം പൂർണ്ണമായി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മധ്യസ്ഥതയിലും മാതൃസ്നേഹത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവഹിതപ്രകാരം എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും എൻ്റെ യാചനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ. എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും വീണ്ടും ഞാൻ നന്ദി പറയുന്നു. അമ്മേ ദൈവമാതാവേ, ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കുകയും വിശുദ്ധിയുടെ പാതയിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. അമ്മയുടെ സ്നേഹവും വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക അനുകരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ മധ്യസ്ഥതയാണ് ഞങ്ങൾ വളരെ അധികം ആഗ്രഹിക്കുന്ന കൃപകൾ ലഭിക്കുകയും ദൈവവുമായി പൂർണ്ണമായ കൂട്ടായ്മയിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹങ്ങളും നൽകണമേ. വിനയത്തോടും ഭക്തിയോടും കൂടി അസാധ്യ കാര്യങ്ങളുടെ മാതാവേ, അമ്മയോട് ഞാൻ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ കൃപകളും അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായി ദൈവത്തിന് മുൻപിൽ എനിക്ക് വേണ്ടി, എൻ്റെ ഭവനത്തിനു വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും അമ്മയുടെ സംരക്ഷണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വഴിയിൽ, ഞങ്ങളുടെ വഴിയിൽ വരുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണുവാനും ഞങ്ങളെ സഹായിക്കണമേ. അസാധ്യ കാര്യങ്ങളുടെ മാതാവേ, എൻ്റെ ആരോഗ്യത്തിനു വേണ്ടിയും
ഞാൻ സ്നേഹിക്കുന്നവരുടെ ആരോഗ്യത്തിനു വേണ്ടിയും വീണ്ടും അമ്മയുടെ മാധ്യസ്ഥം ഞാൻ അഭ്യർത്ഥിക്കുന്നു. പൂർണ്ണമായും സന്തോഷത്തോടെ ജീവിക്കുവാൻ ആവശ്യമായ ശാരീരികവും വൈകാരികവുമായ സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ. രോഗാവസ്ഥയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വേദന ലഘൂകരിക്കുകയും ബലഹീനതയുടെ സമയങ്ങളിൽ ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ ശരീരത്തെ നന്നായി പരിപാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതുവഴി ഞങ്ങൾക്ക് ലോകത്തിൽ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉപകരണങ്ങൾ ആകാൻ കഴിയും. പരിശുദ്ധാത്മാവേ, പാപികളുടെ അഭയമായ പരിശുദ്ധ ദൈവമാതാവേ, എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും തെറ്റുകൾക്കും ബലഹീനതകൾക്കും ക്ഷമ ചോദിക്കാൻ ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ആത്മാർത്ഥമായ കൃപയും എന്നെ ചുറ്റിയുള്ള പ്രലോഭനങ്ങളെ എതിർക്കുവാനുള്ള ശക്തിയും എനിക്ക് നൽകണമേ. എൻ്റെ തെറ്റുകൾ തിരിച്ചറിയുവാനുള്ള വിനയവും ഹൃദയത്തിൻ്റെ പരിവർത്തനത്തിനായി നിരന്തരം എന്നെ തന്നെ തിരുത്തുവാനുള്ള ധൈര്യവും എനിക്ക് നൽകണമേ. ഞങ്ങളുടെ മാതാവേ, എൻ്റെ ജീവിതത്തിലും എൻ്റെ വേണ്ടപ്പെട്ടവരുടെ ജീവിതത്തിലും ഭൗതിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുടെ ജീവിതത്തിലും അമ്മയുടെ സാമ്പത്തിക അനുഗ്രഹം, സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ അനുഗ്രഹത്തിനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുതൽ, സമൃദ്ധി, സാമ്പത്തിക സ്ഥിരത എന്നിവയുടെ വാതിലുകൾ തുറക്കുവാൻ ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമതകളും ഞാൻ അറിയുന്നതിന് മുൻപ് അമ്മ അറിയുന്നു. എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അമ്മയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ അഗാധമായ അഭ്യർത്ഥനകളും വേദനകളും ആഗ്രഹങ്ങളും എല്ലാം സമർപ്പിക്കുന്നു. പ്രയാസങ്ങളെ മറികടക്കുന്ന പ്രത്യാശയും യേശുവിൻ്റെ അനന്തമായ സ്നേഹവുമായുള്ള കണ്ടുമുട്ടലിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷവും ദൈവത്തിനു മാത്രമേ നൽകാൻ കഴിയൂ എന്ന സമാധാനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ എനിക്ക് അനുഭവിക്കുവാൻ കൃപ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എൻ്റെ പ്രാർത്ഥനയിൽ മാതൃസ്നേഹത്തോടെ സ്വീകരിക്കുകയും അത് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യണമേ. എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയ്ക്കും അമ്മയുടെ സ്നേഹവും അനുകമ്പയും നിറഞ്ഞ സാന്നിധ്യത്തിനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ പോകുന്നിടത്തെല്ലാം അമ്മയുടെ കൃപയും സ്നേഹവും പ്രചരിപ്പിക്കുന്നതിന് ഞാൻ സാക്ഷിയായി തീരട്ടെ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ ശക്തമായ സഹായത്തിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത, ദൈവത്തിൻ്റെ കൃപകൾ എൻ്റെ ഭവനത്തിൻ്റെ മേൽ ഉണ്ടെന്ന് എനിക്കറിയാം. അസാധ്യകാര്യങ്ങളുടെ അമ്മേ, അമ്മയുടെ മാതൃസ്നേഹത്തിനും അമ്മയുടെ നിരന്തരമായ സംരക്ഷണത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.
എൻ്റെ അസ്തിത്വത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്നെ നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് തുടരണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ദൈവവുമായി പൂർണ്ണമായ കൂട്ടായ്മയിൽ ജീവിക്കുകയും അമ്മയുടെ വെളിച്ചവും സ്നേഹവും ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.